ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാകുന്നു. ഈ വാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1199 കർക്കിടക മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള, അതായത് 2024 ഓഗസ്റ്റ് 1 മുതൽ 7-ാം തീയതി വരെയുള്ള, വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. നമുക്ക് വാരഫലം പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാറുണ്ട്, അഭിപ്രായം അറിയിക്കാറുണ്ട്. പരമാവധി നീതി പുലർത്താൻ ഡോക്ടർ മാരാർജി ടീം ശ്രദ്ധിക്കുന്നുണ്ട്. അപാകതകൾ വന്നേക്കാം, മനുഷ്യനല്ലേ, നിങ്ങൾ ക്ഷമിക്കുക. പലരും ക്രൂരമായ കമൻസ് ഇടാറുണ്ട്, ചിലർ വളരെ സ്നേഹത്തോടു കൂടിയുള്ള കമൻസ് ഇടാറുണ്ട്. എന്തിനേയും നാം സ്വാഗതം ചെയ്യുന്നു. സന്ത പരീക്ഷ അന്യതര ഭജന്തെ എന്നാണ്. പരീക്ഷിച്ചിട്ട് നിങ്ങൾ നല്ലതിനെ തിരഞ്ഞെടുക്കുക. യൂട്യൂബിൽ 100 കണക്കിന് അല്ലെങ്കിൽ 500-ലധികം പേർ വാരഫലങ്ങൾ പറയുന്നുണ്ട് പല ഭാഷകളിലും. അപാകതകൾ വന്നേക്കാം. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ വാരഫലം അല്ലെങ്കിൽ ജ്യോതിഷം പറയുമ്പോൾ ഇത്ര ഡിഫറൻസുകൾ, ഇത്രയധികം വ്യത്യസ്തതകൾ വരുന്നത് എന്ന്. പലപ്പോഴും ആ വ്യാഖ്യാനത്തിൻ്റെ മാറ്റങ്ങളായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. നാം പരമാവധി ചെയ്യുന്ന പ്രവൃത്തിയോട് നീതി പുലർത്താൻ ശ്രമിച്ചാൽ അവിടെ ജ്യോതിഷിക്കും ഗുണഭോക്താക്കളായ പ്രേക്ഷകർക്കും അതിൻ്റെ ശുഭങ്ങൾ ലഭിക്കുന്നു. പരോപകാര പുണ്യായ പാപായ പരപീഡനം എന്ന്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് പുണ്യവും അപകാരം ഉപദ്രവം ചെയ്യുന്നത് പാപവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായി മേടം രാശി. മേടം രാശി എന്നാൽ നിങ്ങൾക്കിന്ന് സുവിദിതമാണ്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് ഈ വാരത്തിൽ മേടം രാശിയിൽ ഒരു ഗ്രഹങ്ങളുമില്ല. 2-ാം ഭാവത്തിൽ ചൊവ്വ വ്യാഴം, 3-ാം ഭാവത്തിൽ ചന്ദ്രൻ, 4-ൽ ആദിത്യൻ, 5-ൽ ബുധൻ ശുക്രൻ, 6-ാം ഭാവത്തിൽ കേതു മാന്തി, 11-ാം ഭാവത്തിൽ ശനി, 12-ാം ഭാവത്തിൽ രാഹു. മേടം രാശിക്കാർക്ക് പ്രായേണ രാശ്യധിപനായ ചൊവ്വ ഭാഗ്യാധിപനായ വ്യാഴത്തോടുകൂടി കേന്ദ്ര ത്രികോണാധിപന്മാരുടെ ഒരു രാജയോഗം പ്രദാനം ചെയ്ത് 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതൊരു നല്ല യോഗമാകുന്നു. അവിടെയും ഒരു വിപരീത രാജയോഗമുണ്ട്. 12-ാം ഭാവാധിപനായ വൈകല്യവാനായ വ്യാഴവും അഷ്ടമാധിപനായ ചൊവ്വയും തമ്മിലുള്ള ഒരു വിപരീത രാജയോഗവും നല്ലതാണ്. ഇതൊരു അധ്യക്ഷ യോഗമാകുന്നു. പുര്യധ്യക്ഷ സജീവേ ഭവതി നരപതി പ്രാപ്തവിത്തോ ദ്വിജോവ. പുര്യ അധ്യക്ഷ, പുരത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നു. നമ്മളുടെ സമാജം, സമൂഹം അല്ലെങ്കിൽ താൻ ഇടപെടുന്ന കർമ്മ മേഖലകളിൽ തനിക്കൊരു പ്രാധാന്യം, കസേര ലഭിക്കുന്നു. നരപതി പ്രാപ്തവിത്ത, രാജാവിൻ്റെ ധനം ധാരാളം ലഭിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. ഏതായാലും മേടം രാശി പ്രായണ ബലമുള്ള രാശിയാണ്. കുറേ കൂടി നാം ശ്രദ്ധിക്കേണ്ടത് 4-ാം ഭാവം തൻ്റെ സുഖസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹമാദിത്യൻ അത്ര ഗുണകരമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് സ്വതവേ മേടം രാശിക്കാർക്ക് ഇന്നൊരു അധോമുഖ രാശിയാണ്. സാമ്പത്തിക വിഷയത്തിൽ സ്വതവേ മേടം രാശി അസ്ഥിരധന, സ്ഥിരമല്ലാത്ത ധനത്തോടു കൂടിയ എന്നർത്ഥം പറയുന്നുണ്ട്. അതിനാൽ ഇവിടെ സാമ്പത്തിക വിഷയത്തിൽ ആഗസ്റ്റ് 16 വരെ ഈ സൂര്യൻ അധോമുഖ രാശി ആരൂഢമാകയാൽ തനിക്ക് ലഭിക്കേണ്ടുന്ന കാശ് ലഭിക്കാതെ വരുന്നു. തനിക്ക് കാശ് തരേണ്ടവർ തന്നെ പരിത്യജിക്കുന്നു. ധനപരമായ വിഷയം വരുമ്പോൾ തർക്കങ്ങളുണ്ടാകുന്നു. അതിനാൽ സാമ്പത്തിക ഇടപെടലുകളും താൻ നൽകുന്ന വസ്തുക്കളുടെ തിരിച്ചു വാങ്ങൽ, അത് ഏത് ദ്രവ്യമായാലും അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് മേടം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും. വാഹനാപകടം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വാരമാണ്. 4-ാം ഭാവത്തിൽ ആദിത്യൻ അധോമുഖ രാശി ആരൂഢമാകുന്നു. അഭിപതേത് വാഹാദിത പൃച്ഛത, വാഹനത്തിൻ്റെ മുകളിൽ നിന്നും താഴെ വീഴുന്നു. ഇന്ന് നേച്ചുറൽ കലാമിറ്റി, പ്രകൃതിക്ഷോഭത്തെപ്പറ്റി നാം ധാരാളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു.
മേടൻ രാശി ഉയർന്ന ഭൂമിയാണ്, കുന്ന് മുതലായ വലിയ ഭൂമിയാണ്. ധാത്വാകര രത്നഭൂമി, ധാതുക്കളുള്ള രത്നങ്ങളുള്ള കുന്നുപോലുള്ള വളരെ ഭൂമിയാകുന്നു മേടൻ രാശി. അവിടെ അധോമുഖ രാശിയാണ്. ഇപ്പോൾ വാഹനാപകടങ്ങൾ, കുന്നിടിഞ്ഞ് വീഴുക, മനുഷ്യ ജീവിതങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ മേടൻ രാശിയിൽപ്പെട്ടവർക്ക് കൂടുതലായി നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ച് അപകടങ്ങൾ കൂടുതലുണ്ടാകുന്ന രാശികളാണ് മല, കുന്ന്, പർവ്വതങ്ങൾ. ഇവ ഇടിഞ്ഞുണ്ടാകുന്ന പ്രയാസങ്ങൾ വരുന്ന രാശികളാകുന്നു മേടവും ചിങ്ങവും ധനുവും. ചിങ്ങത്തിൻ്റെ പ്രതീകമായി സിംഹമാണ്, ധനുവിൻ്റേത് കുതിരയാണ്, മേടം ആടാണ്. ഇന്നാണ് നാട്ടിലൊക്കെ ആട് വിഹരിക്കുന്നത്, പണ്ട് കാട്ടാടാണ്. സിംഹവും കാട്ടിൽ താമസിക്കുന്നു. കുതിരയാണെങ്കിലോ കുതിരയും കാട്ടിലാണ്. അതിനെ മെരുക്കിയിട്ടാണ് രാജാക്കന്മാർ അശ്വമേധത്തിന് ഉപയോഗിച്ചാണ് അതിനെ മനുഷ്യ വാസന കൊടുത്ത് നാം ജനകീയമാക്കിയത്. അതിനാൽ ഈ രാശിയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. വലിയ ഉയരമുള്ള ഭൂമിയിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു സമയമാണ്. അത് പ്രത്യേകിച്ച് മേടൻ രാശിക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തൻ്റെ ഈ ശോഭ കാരണം ബന്ധുക്കളും ജനങ്ങളും തന്നോട് അസൂയപ്പെടും, കലഹിക്കും. അതിനാൽ ശത്രുദോഷങ്ങൾ ധാരാളം വരും. ദേശം വിട്ടു പോകാനുള്ള ഒരു വലിയ ത്വര തനിക്ക് അനുഭവപ്പെടും. ശത്രുവുമായിട്ടുള്ള യുദ്ധത്തിൽ താൻ പരാജയപ്പെടുന്ന സമയമായിരിക്കും. മനസ്സിന് അശാന്തത സ്വതവേ ഉണ്ടാകും. ഹാർട്ട് ബീറ്റ്, ഹൃദയമടിപ്പ് വളരെ കൂടുതലായിരിക്കും. ഈ വാരം സന്താനങ്ങൾക്ക് വളരെ ഗുണമാകുന്നു. 5ാം ഭാവത്തിൽ ബുധ ശുക്രന്മാർ സന്താന വിഷയത്തിലേക്ക് അവർക്ക് നല്ല വിദ്യയും നല്ല മാനസികമായ ആരോഗ്യവും പ്രദാനം ചെയ്യും. അതുകൊണ്ട് പഠന വിഷയത്തിൽ കുട്ടികൾ ജാഗരൂകത പുലർത്തിയാൽ പ്രശസ്ത വിജയം നേടേണ്ടുന്ന സമയമാകുന്നു. പരീക്ഷകളിലും മറ്റ് ടെസ്റ്റുകളിലും മേടൻ രാശിയിലെ കുട്ടികൾ ഇന്ന് വളരെയധികം ഉത്സാഹഭരിതരായി മുന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കർമ്മമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ല. സഹോദരഗണം കൂടുന്ന വാരമാകുന്നു. തനിക്കും പഠിക്കുവാനുള്ള വലിയ അവസരങ്ങൾ വരും. പ്രത്യേകിച്ച് സംഗീത സാഹിത്യ അഭിരുചിയുള്ള ആളുകൾക്ക് രചനാ വൈഭവം, നന്നായിട്ട് എഴുതുവാനുള്ള ഒരു ശേമുഷി, ബുദ്ധിയുടെ വ്യാപാരത്തെ ഈ ബുധനും ശുക്രനും പ്രദാനം ചെയ്യും. പാദങ്ങൾക്ക് പ്രയാസമില്ലാതെ നോക്കണം. ഇന്ന് മഴക്കാലമാണ്. വഴിക്ക് വീഴുക, വെള്ളത്തിൽ വീഴുക, അയൽ കെട്ടുമ്പോൾ വീഴുക, ഈ രീതിയിൽ വീഴ്ചകളുടെ വാരമാണ്. വളരെയധികം ശ്രദ്ധ പുലർത്തുക. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ വാരത്തിൽ പറയാനില്ല. ശുഭദിനങ്ങൾ 1-ാം തീയതി വ്യാഴാഴ്ച മകേരം നക്ഷത്രമാണ്, കാലത്ത് 10:15 വരെ. അതിനാൽ 9:15 മുതൽ 10:15 വരെയുള്ള സമയം എല്ലാ ശുഭമുഹൂർത്തങ്ങൾക്കും നിങ്ങൾക്ക് സ്വീകരിക്കാം. കറുത്തപക്ഷത്തിലെ ദ്വാദശിയാണ്, തിഥി വളരെ ദുർബലമാണ്. അതേ രീതിയിൽ 2-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയുള്ള സമയം പുണർദ നക്ഷത്രമാകുന്നു. പകൽ മുഴുവനും 2-ാം തീയതി തിരുവാതിര നക്ഷത്രമാകുന്നു. ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല. 3-ാം തീയതി ചതുർദശിയാകുന്നു. അന്നാണ് പിതൃകർമ്മം ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാവരും പിതൃകർമ്മം ചെയ്ത് പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാനുള്ള തർപ്പണാദി വിഷയത്തിൽ വ്യാപൃതരാവുക. ഞാൻ പിതൃമോക്ഷത്തെ പറ്റിയുള്ള, കർക്കിടക വാവിനെ പറ്റിയുള്ള നല്ലൊരു പ്രഭാഷണം ഡോക്ടർ മാരാർജി വീഡിയോയിൽ നിങ്ങൾക്കായി സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളിത് കാണുക. 3-ാം തീയതിയും 4-ാം തീയതിയും ഒരു ശുഭമുഹൂർത്തങ്ങളുമില്ല. ചതുർദശിയും അമാവാസിയുമാണ്. അതുകൊണ്ട് ആ ഭാഗത്തെപ്പറ്റി നാം ചിന്തിക്കേണ്ട, ശുഭകാര്യങ്ങളൊന്നും നാം ചെയ്യാറില്ല. 5-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 3:30 ശേഷം മകൻ നക്ഷത്രം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി ഉപയോഗിക്കാം. അതേ രീതിയിൽ 6-ാം തീയതി ചൊവ്വാഴ്ച പൂർണ്ണമായും മകൻ നക്ഷത്രമാണ്, വൈകിട്ട് 5 മണി വരെ. അതിനാൽ ആ സമയവും നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി ഉപയോഗിക്കാം. ചൊവ്വാഴ്ചയാണ് എന്ന വലിയ ഭയത്തിൻ്റെയൊന്നും ആവശ്യമില്ല. ബുധനാഴ്ച പൂരം നക്ഷത്രമാണ്, ഒരു ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കാറില്ല. ഈ വാരവും മേടൻ രാശിക്കാർ കാര്യമായി പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂവളമാല, ജലധാര വഴിപാടായി സമർപ്പിക്കുക. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വാരം ശാരീരിക വിഷയത്തിൽ അത്ര ശുഭമുള്ള സമയമല്ല. ആദിത്യ ഹൃദയ മന്ത്രവും കൂടി ജപിച്ചിട്ട് ഈ വാരത്തെ മഹനീയമാക്കാൻ ശ്രമിക്കുക. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ വാരത്തെ ആശംസിക്കുന്നു. അടുത്തതായി ഇടവം രാശി.
ഇടവം രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്രക്കൂട്ടമാകുന്നു. ഇന്ന് ഇടവൻ രാശിക്കാർക്ക് പ്രായേണ രാശിയിൽ ചൊവ്വയും വ്യാഴവും, 2-ൽ ചന്ദ്രൻ, 3-ൽ സൂര്യൻ, 4-ാം ഭാവത്തിൽ ബുധശുക്രന്മാർ, 5-ാം ഭാവത്തിൽ കേതു മാന്തി, 10-ാം ഭാവത്തിൽ ശനി, 11-ാം ഭാവത്തിൽ രാഹു, ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചു, ഇടവൻ രാശിക്ക് അഷ്ടമാധിപനായ വ്യാഴം രാശിയിൽ നിൽക്കുന്നത് ശുഭമല്ല. അവിടെയും ആ ചൊവ്വയുടെ യോഗം വ്യാഴത്തിന് കുറച്ചും കൂടി ഊർജ്ജസ്വലതയും ബലവും കൈവരുത്തിയതായി കാണാം. ധീരമായ പല തീരുമാനങ്ങളിലും മടിച്ചു നിൽക്കുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള ഒരു അധ്യക്ഷ യോഗം പല രീതിയിലും നന്മകളെ പ്രദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് അവർക്ക് അതിശക്തമായി രാശ്യധിപനായ ശുക്രൻ 4-ാം ഭാവത്തിൽ ബുധനോടുകൂടി യോഗം ചെയ്തു. വാഗ്മി ഭൂഗണപഹ, നല്ല വാഗ്മിത്വം, നൃപത്വം, നേതൃത്വ ഗുണം വരുന്ന സമയമാണ്. ജഡ്ജിമാർക്ക്, മജിസ്ട്രേറ്റുകൾക്ക്, വക്കീലന്മാർക്ക്, വക്കീൽ ഗുമസ്തന്മാർക്ക് ഒക്കെ കാശുകൾ ഉണ്ടാക്കേണ്ട സമയമാണ്. രജിസ്ട്രേഷൻ മേഖലയിൽ വില്ലേജ്, താലൂക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇതുമായി ബന്ധപ്പെടുന്ന ജീവനക്കാർക്കൊക്കെ കുറേ കൂടി നല്ല അനുഭവങ്ങളും സാമ്പത്തിക ലാഭവും അനുഭവപ്പെടുന്ന വാരമാണ്. വക്കീലന്മാർക്ക് വളരെ ഗുണമായി പ്രൗഢമായ വാക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എൻട്രൻസ് എക്സാമൊക്കെ എഴുതി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ശോഭനമായ ഭാവി ഈ ഇടവൻ രാശി പ്രദാനം ചെയ്യുന്നതാണ്. വിവാഹത്തിനും പ്രായണ അനുകൂലമായ തീരുമാനങ്ങൾ ഈ വാരത്തിലുണ്ടാകും. അതിനാൽ യുവാക്കളുടെ, യുവതികളുടെ വീടുകളിൽ സന്ദർശിക്കുവാനും വിവാഹ നിശ്ചയാദി കർമ്മങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പദ്ധതി രൂപപ്പെടുത്തുവാനും ഈ വാരം നിങ്ങൾക്ക് നന്നായി ഉപയോഗപ്പെടുത്താം. ഈ 3-ലെ ആദിത്യൻ സഹോദര ഗുണം പ്രായണ കുറച്ച് കുറയും. സഹോദരങ്ങൾക്ക് അസ്വസ്ഥതകളും അരിഷ്ടതകളും വരും, പ്രത്യേകിച്ച് മൂത്ത സഹോദരങ്ങൾക്ക്. അതേ രീതിയിൽ പിതാവിനും ആരോഗ്യ സംബന്ധമായ പ്രയാസങ്ങൾ വരാം. പല തീർത്ഥസ്ഥലങ്ങളും ഈ മഴക്കാലത്ത് സന്ദർശിക്കുവാനുള്ള ഒരു ദൈവാധീനം കൈവരുന്ന വാരമാകുന്നു. കർമ്മമേഖലയിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പലപ്പോഴും ദാമ്പത്യത്തിൽ എന്തെങ്കിലും ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ വീട് വിട്ടു നിൽക്കുന്ന ഒരവസ്ഥ സംജാതമാകുന്ന വാരമാകുന്നു. ശാരീരികമായി സ്റ്റമക്കൽ ഡിസോർഡേഴ്സ് വളരെ ശ്രദ്ധിക്കണം. 5-ാം ഭാവത്തിൽ കേതു മാന്തിയോടുകൂടെ നിൽക്കുന്നു. അതേ രീതിയിൽ ഒരു തരത്തിലും ഗുരുജനങ്ങളുമായി, പ്രായമുള്ളവരുമായി, നമ്മുടെ ഗോഡ് ഫാദേഴ്സുമായി ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ അവരെ ഒരു പരിഹസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കോ പോകാൻ പാടില്ല. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുകൂലമായി ഞാൻ നിർദ്ദേശിക്കുക ശിവനെ ഭജിക്കാൻ തന്നെയാണ്. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ, പുഷ്പാഞ്ജലി, കൂവളമാല, ജലധാര വഴിപാടായി സമർപ്പിക്കുക. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് വളരെയധികം അനുകൂലമായ സമയത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും. മറ്റ് പ്രധാനപ്പെട്ട ദിനങ്ങൾ ഇടവൻ രാശിക്ക് 1-ാം തീയതി വ്യാഴാഴ്ച മകേരി നക്ഷത്രം വളരെ ശുഭകരമായ സമയമാകുന്നു. കാലത്ത് 9:15 മുതൽ 10:15 വരെയുള്ള സമയം. 2-ാം തീയതി വെള്ളിയാഴ്ച 1:30 മുതൽ 3:15 വരെയുള്ള നക്ഷത്രം, പുണർദം നക്ഷത്രം വളരെ ഗുണമുള്ള സമയമായി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. 3-ാം തീയതിയും 4-ാം തീയതിയും ചതുർദശിയും അമാവാസ്യയുമാകുന്നു. ഒരു ശുഭകാര്യങ്ങളും നാം ചെയ്യാൻ പാടില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം പിതൃക്കളുടെ ശ്രാദ്ധാദി കർമ്മങ്ങൾ കർക്കിടക വാവിന് നിർവഹിക്കുക എന്ന മഹത്തായ ധർമ്മം നിങ്ങൾ ചെയ്യുക. ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത വാവാകുന്നു കർക്കിടക മാസം വരുന്നത്. അതിനാൽ അതിനെ പ്രാധാന്യത്തോടുകൂടി പിതൃകർമ്മങ്ങൾ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുക. ഈ കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ശുഭത്വം നിങ്ങൾക്കും സന്താനങ്ങൾക്കും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഉണ്ടാകുന്നതാണ്. 5-ാം തീയതി തിങ്കളാഴ്ച 3:30 ശേഷമുള്ള സമയം മകൻ നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. 6-ാം തീയതി ചൊവ്വാഴ്ചയും വൈകിട്ട് 5 മണി വരെ മകൻ നക്ഷത്രമാണ്, നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. 7-ാം തീയതി ബുധനാഴ്ച പൂരം നക്ഷത്രമാണ്, ഒരു ശുഭകാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതില്ല, വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും ശോഭനമായ ഭാവി പ്രദാനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്ന മിഥുനൻ രാശിയാണ്. മകേരി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ചന്ദ്രൻ, 2-ൽ സൂര്യൻ,
മൂന്നാം ഭാവത്തിൽ ബുധശുക്രന്മാർ, നാലാം ഭാവത്തിൽ കേതു മാന്തി, ഒൻപതാം ഭാവത്തിൽ ശനി, പത്താം ഭാവത്തിൽ രാഹു, 12ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം. സ്വതവേ മിഥുനൻ രാശിക്കാർക്ക് നാം കുറച്ചു കാലമായി പ്രൊഡിക്ഷൻസ് നടത്തുന്നു. അവർക്ക് കർമാധിപനായ വ്യാഴം അല്ലെങ്കിൽ ദാമ്പത്യത്തെ ചിന്തിക്കേണ്ടുന്ന വ്യാഴം ദുർബലമായി 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ വ്യാഴത്തിന് ചൊവ്വയുടെ സംയോഗം, ഒരു ദിഗ്രഹയോഗം പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും പ്രദാനം ചെയ്യുന്നത്. ഒരു തരത്തിലും ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ മുന്നോട്ട് നീങ്ങിയാൽ അതൊക്കെ അവസാനം ഡൈവേഴ്സിൽ മാത്രമേ സമാപിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. സ്വതവേ ലഗ്നത്തിൽ ചന്ദ്രനാണ്. ക്ഷീണദേഹം, ദരിദ്രം, സാമ്പത്തികമായി ക്ലേശങ്ങൾ ധാരാളം അനുഭവിക്കേണ്ടുന്ന വരമാകുന്നു. സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും. അതേ രീതിയിൽ ആരോഗ്യസ്ഥിതിയും ക്ഷീണത്തോടുകൂടിയ ശരീരത്തോടുകൂടി ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ആരോഗ്യത്തിന് മിഥുനൻ രാശിക്കാർ വളരെയധികം പ്രാമുഖ്യം കൊടുക്കണം. 2ൽ സൂര്യനായതുകൊണ്ട് കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയുന്നതാണ്. അതിനാൽ കർമ്മമേഖലയിൽ ധനപരമായ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കുക. പല പുതിയ സുഹൃത്തുക്കളും തൻ്റെ കൂടെ വന്ന് തനിക്ക് സല്യൂട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ ഒന്ന് സലാം കൊടുക്കുവാൻ വളരെയധികം താല്പര്യം കാണിക്കുന്നു. 3ലെ ബുധൻ ലഗ്നാധിപനായി ശുക്രനോടുകൂടി ഒരു യോഗകർത്താവായി നിൽക്കുന്നുണ്ട്. അതൊരു കേന്ദ്ര ത്രികോണാധിപന്മാരുടെ ഒരു രാജയോഗമാണ്. 3ൽ ബുധൻ വന്നാൽ, ലഗ്നാധിപനായ ബുധൻ വന്നാൽ പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞത്. പല നല്ല സൗഹൃദങ്ങളും അതിലൂടെ ഭാവിയിൽ നേട്ടമുണ്ടാക്കാവുന്ന സമയമാണ് ഇവിടെ സമാഗതമാകുന്നത്. 4ൽ കേതു ഗുളികനോടുകൂടെ നിൽക്കുന്നത് അമ്മയുടെ ആരോഗ്യത്തിന് അത്ര ശുഭമല്ല. അമ്മാമ്മന്മാർക്കൊക്കെ ശാരീരികമായ പ്രയാസങ്ങളുടെ വാരമാകുന്നു. 9ലെ ശനി തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ചില പുതിയ സൗഹൃദത്തിലൂടെ മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുവാനുമുള്ള സമയമാകുന്നു. ട്രാവൽ ആൻഡ് ടൂറിസം, എയർ, ഫ്ലൈറ്റ്സ് ഇതുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായ ഒരു വാരമായിരിക്കാം. സാമ്പത്തികമായി വളരെ ബെനിഫിറ്റ് വരും. പക്ഷേ വലിയ ലാഭം ചെയ്യാൻ വേണ്ടി പ്രതീക്ഷിക്കുന്ന പലതിനും ഫലം കുറയുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. 10ാം ഭാവത്തിലെ രാഹു പലപ്പോഴും വിദേശത്തുള്ള സുഹൃത്തുക്കൾ അവരിലൂടെ നല്ല ചില ഗുണങ്ങൾ വരാം. അത് അന്യമതസ്ഥരിൽ നിന്നായാൽ വളരെ വളരെ ഗുണമായിരിക്കും. ഇവിടെ പ്രധാനപ്പെട്ട ദിനങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. 1-ാം തീയതി വ്യാഴാഴ്ച മകേരി നക്ഷത്രം 10-15 വരെ വളരെ അനുകൂലമാണ്. ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രത്യേകിച്ച് 9-15 മുതൽ 10-15 വരെയുള്ള 1 മണിക്കൂർ സമയം. 2-ാം തീയതി വെള്ളിയാഴ്ച പുണർതം നക്ഷത്രം അനുകൂലമാണ്. 1:30 മുതൽ 3:15 വരെയുള്ള സമയം. 3-ാം തീയതിയും 4-ാം തീയതിയും ചതുർദശിയും അമാവാസിയുമാണ്. പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ദിനമാണ് 3-ാം തീയതി. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും പിതൃകർമ്മങ്ങളൊക്കെ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുക. തനിക്കും തൻ്റെ സന്താന പരമ്പരക്കും ഈ അനുഗ്രഹ ആശിസ്സുകൾ പിതൃക്കളിൽ നിന്നും ലഭിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. മറ്റൊരു നല്ല ദിവസം 5-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 3:30 മുതൽ മകൻ നക്ഷത്രവും 6-ാം തീയതി ചൊവ്വാഴ്ച രാഹുകാലം വൈകിട്ട് 3 മുതൽ 4:30 വരെയുള്ള സമയമാണ്. ആ സമയത്തൊരു ശുഭകാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട. ബുധനാഴ്ച ദിനം നല്ലതാണ്, പക്ഷെ നക്ഷത്രം പൂരം നക്ഷത്രമാണ്. ഒരു ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കാറില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു വാരത്തെ നേരുന്നു. നന്ദി, നമസ്കാരം.